ബ്രഹ്മാവ് തൻ്റെ ബ്രഹ്മാണ്ഡത്തിൽ പ്രവേശിച്ച് അവിടുത്തെ വിസ്തൃതി കണ്ട് അത്ഭുതപ്പെട്ടു നിൽക്കുന്ന ആ സന്ദർഭത്തിൽ നിന്ന് നമുക്ക് തുടരാം. സൃഷ്ടികർമ്മത്തിനു മുൻപായി അദ്ദേഹം കണ്ട ആ പ്രത്യേക അവസ്ഥയെക്കുറിച്ച് 7-ാം ശ്ലോകത്തിൽ സൂതൻ വിവരിക്കുന്നു. 2-ാം അധ്യായം ശ്ലോകം 7. ശൂന്യമായ ബ്രഹ്മാണ്ഡം. സൃഷ്ടിക്കു മുൻപുള്ള ലോകത്തിൻ്റെ അവസ്ഥയാണ് ഇവിടെ വർണ്ണിക്കുന്നത്. സംസ്കൃത ശ്ലോകം. അന്ധകാരം മയം സർവം ന കിഞ്ചിദൃശേ മുനേ നിരാലോകം ച ശൂന്യം ച തഥാ ബ്രഹ്മാവ്യചിന്തയത്. പദാനുപദ അർത്ഥം: അന്ധകാരമയം ഇരുട്ട് നിറഞ്ഞത്, സർവം എല്ലാം, ന ഇല്ല, കിഞ്ചിത് ഒന്നും തന്നെ, ദദൃശേ കാണപ്പെട്ടില്ല, മുനേ ഹേ മുനേ, നിരാലോകം പ്രകാശമില്ലാത്തത് അഥവാ കാഴ്ചയില്ലാത്തത്, ശൂന്യം ശൂന്യമായത്, ച തഥാ അപ്പോൾ, ബ്രഹ്മ ബ്രഹ്മാവ്, വ്യചിന്തയത് ചിന്തിച്ചു അഥവാ ആലോചിച്ചു. ഈ ശ്ലോകത്തിൻ്റെ സാരാംശം: ഹേ മുനി, അപ്പോൾ അവിടെയെല്ലാം ഇരുട്ട് മാത്രമായിരുന്നു, ഒന്നും തന്നെ കാണാൻ കഴിഞ്ഞില്ല. പ്രകാശരഹിതവും ശൂന്യവുമായ ആ അവസ്ഥ കണ്ട് ബ്രഹ്മാവ് ആഴത്തിൽ ചിന്തിക്കാൻ തുടങ്ങി. ഗഹനമായ വിശദീകരണവും തത്വചിന്തയും. ഈ ശ്ലോകം സൃഷ്ടിക്കു മുൻപുള്ള പ്രാക് അവസ്ഥയെ, പ്രൈമോർഡിയൽ സ്റ്റേറ്റിനെ സൂചിപ്പിക്കുന്നു. തമസ് അഥവാ ഡാർക്ക്നെസ്, വിദ്യയോ പ്രകാശമോ ഇല്ലാത്ത അവസ്ഥയാണ് ഇരുട്ട്. ബ്രഹ്മാണ്ഡത്തിൻ്റെ തുടക്കത്തിൽ എല്ലാം അവ്യക്തമായിരുന്നു. ഇത് നമ്മുടെ മനസ്സിൻ്റെ ഒരവസ്ഥ കൂടിയാണ്. അറിവില്ലാത്തപ്പോൾ മനസ്സ് ഇരുട്ടിലായിരിക്കും. ശൂന്യതയുടെ പ്രാധാന്യം. ഒന്നും ഇല്ലാത്ത ഒരിടത്തു നിന്നാണ് എല്ലാം ഉണ്ടാകേണ്ടത്. ആ ശൂന്യതയെ കണ്ടപ്പോൾ ബ്രഹ്മാവ് ഭയപ്പെട്ടില്ല, മറിച്ച് വ്യചിന്തയത് ചിന്തിച്ചു. ഏതൊരു വലിയ പ്രവൃത്തിക്ക് മുൻപും ആഴത്തിലുള്ള ചിന്തയും ആസൂത്രണവും ആവശ്യമാണെന്ന് ബ്രഹ്മാവ് കാണിച്ചു തരുന്നു. ഈശ്വര സ്മരണയുടെ തുടക്കം. ഇരുട്ടിൽ വഴി കാണാത്തപ്പോൾ നാം ഉള്ളിലെ വെളിച്ചത്തെ തേടും. ബ്രഹ്മാവ് ചിന്തിക്കാൻ തുടങ്ങിയത് തൻ്റെ ഉള്ളിലെ ജ്ഞാനത്തെയും തന്നെ നിയോഗിച്ച കൃഷ്ണനെയുമാണ്. ഗുരുനാഥന്റെ ഉപദേശം: വത്സ, നിന്റെ ജീവിതത്തിലും ചിലപ്പോൾ ഇരുട്ട് നിറഞ്ഞ ശൂന്യമായ അവസ്ഥകൾ വന്നേക്കാം. എങ്ങോട്ട് പോകണമെന്നറിയാത്ത അത്തരം ഘട്ടങ്ങളിൽ പരിഭ്രമിക്കരുത്. ബ്രഹ്മാവിനെ പോലെ നിശബ്ദനായി ഇരുന്ന് ചിന്തിക്കുക. ആ ശൂന്യതയിൽ നിന്നാണ് പുതിയ സൃഷ്ടികൾ ജനിക്കുന്നത്. ഇരുട്ട് മായുകയാണ്, പ്രകാശം നിന്റെ ഉള്ളിൽ തന്നെയുണ്ട്. ശൂന്യമായ ആ ബ്രഹ്മാണ്ഡത്തിൽ ഇരുന്ന് ചിന്തിച്ച ബ്രഹ്മാവ് അടുത്തതായി എന്തു ചെയ്തു? 8-ാം ശ്ലോകത്തിൽ ബ്രഹ്മാവ് ഭഗവാന്റെ മന്ത്രം ജപിക്കുന്നതിനെക്കുറിച്ചും അതിൻ്റെ ഫലത്തെക്കുറിച്ചും നമുക്ക് നോക്കാം. പരമാത്മാവായ കൃഷ്ണന്റെ ലീലകളും പ്രപഞ്ച സൃഷ്ടിയുടെ രഹസ്യങ്ങളും ഈ പുരാണത്തിലൂടെ നമുക്ക് വരും ദിവസങ്ങളിൽ കൂടുതൽ അറിയാം. ഇന്നത്തെ ഈ ഭാഗം നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഇത് മറ്റുള്ളവരിലേക്കും പങ്കുവയ്ക്കുക. അടുത്ത ശ്ലോകങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.